ഇന്ന് ന്യൂട്രിയൻസ്, അപ്പം അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് ആണ്. അപ്പൊ അത് തന്നെ നല്ല രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ, which mineral is most effectively absorbed in the presence of vitamin C? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽഷ്യം, മെഗ്നീഷ്യം, അയൺ, ഫോസ്ഫറസ്, ഏതാണ്? ഏതാണ്? Okay, iron, very good. Next question, iron absorption is enhanced by ascorbic acid. Reason, ascorbic acid reduces ferric iron to ferrous iron, which is more readily absorbed. Both A and R are true, and R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true, R is false. A is false, R is A ആണ് മാം. അതെ, ഇതിന്റെ ആ ഒരു മെക്കാനിസം അത് തന്നെയാണ്. ഫെറിക്കിൽ നിന്ന് ഫെറസ് അയൺ, അതായത് ഫെറസ് അയൺ ആണ് കൂടുതൽ ബെറ്റർ ആയിട്ട് അബ്സോർബ് ആവുന്നത്. അപ്പൊ ആ ഒരു ഇത് കാരണം അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ okay, that's correct. So this is next. Pepsinogen is secreted. Assertion A, pepsinogen is secreted by the liver. Reason, pepsinogen is an active enzyme that digests protein. എന്തായിരിക്കും? ഓക്കെ, ആക്ച്വലി ആറ് ട്രൂ ആണോ? അല്ല, പെപ്സിനോജൻ ആക്റ്റീവ് ഫോം ആണ്. Pepsinogen is not an active form because pepsin is an active form. Okay, so R is also false, അല്ലേ? A is false and R is also false. Okay, അപ്പൊ രണ്ട് പെപ്സിനോജൻ എവിടെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? സെക്രീറ്റഡ് ബൈ സ്റ്റൊമക്. സ്റ്റൊമക്കിന്റെ വാൾസിലാണ് സ്ഥിതി ചെയ്യുന്നത്. Okay. Okay, a child consumes a diet low in fat. Which vitamin deficiency is the child most at risk of developing? Vitamin C, vitamin E, B12, folic acid. Yes, vitamin E. എന്തുകൊണ്ടാ? ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണ്. അപ്പം ഫാറ്റ് റിച്ച് ആയിട്ടുള്ള, ഫാറ്റ് ഉള്ള ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ഒക്കെ ഡൈജസ്റ്റ് ആവത്തുള്ളൂ. സോ ദ ആൻസർ ഇസ് vitamin E. Okay. A case, a patient presents with symptoms of fatigue and anemia. Laboratory tests reveal low serum iron levels. A patient follows a vegetarian diet with high fiber intake. Which dietary factors could be inhibiting the patient's iron absorption? Option A, vitamin C intake, phytate and polyphenol contained in plant foods, protein content in the diet, absence of vitamin B12. ബി ആണ്. അതായത് എന്താണ് സംഭവം? അനീമിയ, ഫെറ്റീഗ് ഒക്കെ ആയിട്ട് ഒരു പേഷ്യന്റ് ലാബ് ടെസ്റ്റ് ചെയ്യുന്നത് ലോ സീറം അയൺ, അതായത് അയണിന്റെ ലെവൽ കുറവാണ്. അതിന്റെ അർത്ഥം അനീമിയ ആണ്. അപ്പൊ എന്തായിരിക്കും പ്രശ്നം? അതായത് പേഷ്യന്റ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഡയറ്റ് ആണ്, ഹൈ ഫൈബർ ആണ്. ഹൈ ഫൈബർ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? വെജിറ്റേറിയൻ ഡയറ്റ്. അപ്പം ഹൈ ഫൈബറിന് ഏറ്റവും ഉള്ള ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ്, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ഡയബറ്റീസിന് എല്ലാം നല്ലതാണ്. അതിന്റെ ആകെ ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പല സാധനത്തിന്റെയും മിനറൽസിന്റെ ഒക്കെ എന്താണ് അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കും എക്സസ് ആയാൽ. അതാണ് ഹൈ ഫൈബറിന്റെ ഒരു വലിയൊരു പ്രോബ്ലം. അപ്പൊ അത് ഫൈറ്റേറ്റ് ആൻഡ് പോളിഫിനോൾ കണ്ടന്റ് ഇൻ പ്ലാന്റ് ഫുഡ്സ് എന്ത് ചെയ്യും? ഈ ഇതിന്റെ മിനറൽസിന്റെ അബ്സോർപ്ഷൻ, എസ്പെഷ്യലി അയൺ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ എങ്ങനെ അബ്സോർബ് ആകാതിരിക്കാം എന്ന് നോക്കുന്ന ഒരു മിനറൽ ആണ്. അപ്പം അതിന്റെയൊക്കെ അബ്സോർപ്ഷനെ അത് ബാധിക്കും. സോ ദാറ്റ് ഇസ് വൈ ഫൈറ്റേറ്റ് ആൻഡ് പോളിഫിനോൾ കണ്ടന്റ് ഇൻ പ്ലാന്റ് ഫുഡ്സ്. Okay. Another case, a 65-year-old man reports difficulty seeing in low light and is diagnosed with night blindness. Blood tests reveal low levels of a fat-soluble vitamin. Which vitamin is most likely deficient in the patient, and what dietary sources could help increase his intake? C, vitamin A. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു അല്ലെ? വൈറ്റമിൻ എ, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് പ്രശ്നം. അപ്പൊ എന്തായിരിക്കും അതിന്റെ റീസൺ? വൈറ്റമിൻ എ ആണ്. അതിന്റെ സോഴ്സസ് ആണ് ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, ലിവർ ഒക്കെയാണ്. ഓക്കെ.
Which type of fatty acids are most commonly associated with increased risk of heart disease? Omega-3 monounsaturated fatty acids, polyunsaturated fatty acids, and trans fatty acids. ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ആണ് ഇൻക്രീസ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. അതായത് ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് കൂട്ടാനായിട്ട് ഏറ്റവും പ്രശ്നകാരനായ ഈ ഉള്ളതിൽ ഏറ്റവും പ്രശ്നക്കാരനായത് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ആണ്. ഈ കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഉള്ള ഫാറ്റി ആസിഡ്സിൽ ഏറ്റവും പ്രശ്നക്കാരൻ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് തന്നെയാണ്, എസ്പെഷ്യലി ഹാർട്ട് ഹെൽത്തിനൊക്കെ. ഓക്കെ, according to ICMR 2020, the RDA for dietary fats in a balanced diet should not exceed what percent of the total daily calorie intake? 10, 20, 25, 30. Parna? 25. Answer is actually 30. 30യിൽ കൂടാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. 20 to 25 ഐഡിയൽ ആണ്. 25 to 30 വലിയ കുഴപ്പമില്ല. 30യിൽ കൂടുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. സോ ഈ പറയുന്ന ലൈക്ക് ICMR ആണെങ്കിൽ പോലും ചില സ്ഥലത്ത് ഇതിന് കുറച്ച് ചില്ലറ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഈ കാലറിയും ഫാറ്റിന്റെ ഇൻടേക്കിന്റെ കാര്യത്തില് ഈ ഗൈഡ് ലൈൻസിൽ പോലും കംപ്ലീറ്റ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വാല്യൂ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് 25 എന്ന് പറയാം, ചിലയിടത്ത് 30 എന്ന് പറയാം. ബട്ട് ഹിയർ ഇൻ ICMRന്റെ ഗൈഡ് ലൈൻസിൽ 30% എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഇത് ചിലപ്പോൾ എന്താ പറയാ, ഈ ചലഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഫാറ്റ്, കാലറി ഇൻടേക്ക്, കാരണം ചില അസോസിയേഷൻസ്, ഇപ്പൊ ഹാർട്ട് ഹെൽത്ത്, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവരൊരിക്കലും 30 വരെ പോകാൻ സമ്മതിക്കൂല. അപ്പൊ ഇവിടെ ICMR സ്പെസിഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് പറയാം 30% ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ICMR പറഞ്ഞിട്ടില്ല the RDA for a dietary fat in a balanced diet should not exceed what percentage of total daily calorie intake എന്നാണെങ്കിൽ ആക്ച്വലി ഇതില് 20 or 25 ഒക്കെ ചിലപ്പം ആൻസർ ആയിട്ട് വന്നെന്നിരിക്കും. ബിക്കോസ് ഈ പറഞ്ഞ പല അസോസിയേഷൻ അല്ലെങ്കിൽ പല ഗൈഡ് ലൈൻ ബോഡീസ് പല രീതിയിലായിരിക്കും ഗൈഡ് ലൈൻസ് പറയുന്നത്. ഇപ്പൊ ചിലര് 20യിൽ കൂടാൻ പാടില്ല എന്ന് പറയും, ചിലര് 25യിൽ കൂടാറില്ല എന്ന് പറയും. ഒരു ICMR കുറച്ചും കൂടെ നമ്മൾ RDA പഠിക്കുമ്പോൾ അതല്ലേ, അതായത് ഒരു 97% ഓഫ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്താണല്ലോ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് 30 എന്ന് പറയുന്നത്. ഓക്കെ. Which transporter is primarily responsible for the uptake of fructose in the small intestine? SGLT1, GLUT2, GLUT4, GLUT5. GLUT5. ഓക്കെ. അപ്പൊ ഇതൊക്കെ സാധാരണ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ ഫോമിലാക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ടർ. കാരണം ഇതൊന്നും അത്ര നമ്മൾ വളരെ ബേസിക് കാര്യങ്ങളല്ലല്ലോ, കുറച്ച് ഒരു ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം SGLT1 ആണെങ്കിൽ ഗ്ലൂക്കോസ്, ഗാലക്ടോസ്. അപ്പൊ ഫ്രക്ടോസ് ഭയങ്കര സ്പെസിഫിക് ആണ്. GLUT5ഉം GLUT7ഉം ആണ്. മെയിൻ ആയിട്ട് GLUT5 ആണ് ഇതിനകത്ത് വരുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് വരുന്നത്. Okay, which of the following dietary fibers has the least effect on stool bulk but is most effective in lowering cholesterol? Cellulose, pectin, lignin, hemicellulose. Pectin. Pectin എന്തുകൊണ്ടാണ്? Why pectin? Soluble fiber. അതാണ്. അപ്പൊ ഇതിന്റെ നമുക്ക് വേണമെങ്കിൽ വളരെ ഈസി സിമ്പിൾ ആയിട്ട് സോൾയുബിൾ ഫൈബർ, ഇൻസോൾയുബിൾ ഫൈബർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. പക്ഷെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ സെല്ലുലോസ്, ലിഗ്നിൻ, ഹെമിസെല്ലുലോസ്, ഇത് മൂന്നും എന്ത് ഫൈബറാ? ഇൻസോൾയുബിൾ ആണ്. ഈ കൂട്ടത്തിൽ ആകെ പെക്റ്റിൻ മാത്രമാണ് സോൾയുബിൾ ആയിട്ടുള്ള ഫൈബർ. സോ ദ ആൻസർ ഇസ് പെക്റ്റിൻ. Which of the following micronutrients has the highest RDA requirement according to ICMR 2020? അയ്യോ, നിങ്ങൾ എന്തായാലും ഫോസ്ഫറസ് പറയാത്തെ? It's 1000. ഫോസ്ഫറസും കാൽഷ്യവും ഏതാണ്ട് ഒരേപോലത്തെ ഇതാണുള്ളത്. RDA റിക്വയർമെന്റ് ഫോസ്ഫറസിനും കാൽഷ്യവും ഫോസ്ഫറസും ഒരേപോലെയാണ്. 1000 mg ആണ്. നല്ല ഹൈ റിക്വയർമെന്റ് ആണ്. നമ്മൾ ഇമ്പോർട്ടൻസ് ഈ ഫോസ്ഫറസ് ഒന്നും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാത്തത്, നമ്മൾ അത്ര ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാത്തത് കൊണ്ടാണ്. ഇപ്പൊ അയണ്, സിങ്ക് ഒക്കെ നമുക്ക് വേണം, ഭയങ്കര ഡെഫിഷ്യൻസി സിംറ്റംസ് വരും, അങ്ങനെ ഇങ്ങനെ നമ്മൾ പേടിപ്പിച്ചു വെച്ചുകൊണ്ട് ശരിയാണ്. പക്ഷെ അമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ, അളവ് വെച്ച് നോക്കുവാണെങ്കിൽ അയണും സിങ്കും ഒക്കെ ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആണ്. കാരണം വളരെ എസ്പെഷ്യലി അയൺ ഒക്കെ വെറും മില്ലിഗ്രാം കണക്കിനാണ് വേണ്ടത്. ജസ്റ്റ് 27 mg അല്ലേ.
അപ്പം പക്ഷെ ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ അതേസമയം 1000 mg ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ഏതാണ്ട് കാൽഷ്യത്തിന്റെ അതേ ലെവലിൽ തന്നെ ഫോസ്ഫറസും നമുക്ക് വേണം. Yes, so the answer is ക്വസ്റ്റ്യനിലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ന്യൂട്രിയന്റ് എന്ന് കണ്ടപ്പോൾ കൺഫ്യൂസ് ആയി. അതാ. പക്ഷെ മൈക്രോ ന്യൂട്രിയന്റ് ആണ്, മൈക്രോ മിനറൽ അല്ല. അതായത് വിറ്റമിൻസും മിനറൽസും മൈക്രോ ന്യൂട്രിയൻസിൽ പെട്ടതാണ്. അപ്പൊ ഈ ഫോസ്ഫറസിനെ മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയല്ലേ? അതായത് എല്ലാ വൈറ്റമിനും മിനറലും മൈക്രോ ന്യൂട്രിയന്റ് തന്നെയാണ്. ഈ അയണും സിങ്കും ഒക്കെ മൈക്രോ മിനറൽ ആണ്. അത് അതിന്റെ ഉള്ളിലുള്ള സെപ്പറേറ്റ് കാറ്റഗറിയാണ്. അതായത് നമ്മളിപ്പം ആദ്യമേ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് മാത്രമേ വരുള്ളൂ. മൈക്രോ ന്യൂട്രിയന്റ് വരുന്നതാണ് വൈറ്റമിനും മിനറലും. ആ വൈറ്റമിനും മിനറൽസിന്റെ അടിയിൽ വരുന്ന വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ ട്രേസ് എലിമെന്റ്സ്. അത് മിനറൽസിന്റെ അകത്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. മിനറൽസിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്, മാക്രോയും മൈക്രോയും. അല്ലെ, മൈക്രോയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, ട്രേസ് എലിമെന്റ്സ്. അതായത് 100 mg താഴെ വരുന്ന സാധനത്തിനാണെങ്കിൽ മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2 തരമുണ്ട്. Okay, Wilson's disease, which involves copper accumulation, may lead to copper deficiency in tissues other than liver. This can impair iron transport and utilization, phosphate absorption, vitamin A metabolism, fatty acid synthesis. Iron transport and utilization. Iron transport and utilization. That's the answer. അതൊരു വിൽസൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പൊ അതൊരു എക്സസ് ആയിട്ട് കോപ്പർ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക കണ്ടീഷൻ ആണ്. അപ്പം ഇത് ക്യാൻ ഇമ്പയർ അയൺ ട്രാൻസ്പോർട്ട് ആൻഡ് യൂട്ടിലൈസേഷൻ. അപ്പൊ ഇത്തരം ഡിസീസ് കണ്ടീഷനിലും അല്ലെങ്കിൽ തന്നെ അയൺ യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്. ഇപ്പൊ വിൽസൺ ഡിസീസ് ഒക്കെ പോലെയുള്ള ഡിസീസസ് വരുമ്പോഴത്തേക്ക് വീണ്ടും അയൺ ഡെഫിഷ്യൻസിക്കുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. Linoleic acid is classified as which type of fatty acids? Omega-3, omega-6, monounsaturated, saturated? Omega-6. Omega-6. ഞാനന്ന് ഒരു ക്ലൂ പറഞ്ഞില്ലേ, ലേക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു സാധനം ഓർത്താൽ മതി, omega-6 ആണ്. omega-3 എന്ന് പറയുന്നത് ലെനോലെനിക്, ലെനിക് 3, ലേക്ക് 6. A person with pernicious anemia is most likely deficient in which of the following nutrients? B6, folate, B12, vitamin C. B12 ആണ്. B12 ഡെഫിഷ്യൻസി ആണ്, കൂടുതലായിട്ട് B12 ആണ്. Which of the following fatty acid is considered non-essential because it can be synthesized by the human body? Linoleic, oleic, arachidonic, eicosapentaenoic acid. അറാക്കിഡോണിക്കിനെ പറ്റി അന്ന് നമ്മള് ക്ലാസ്സില് ഇത് പറഞ്ഞില്ലായിരുന്നോ? അതായത് സെമി എസെൻഷ്യൽ, കാരണം ചില സ്ഥലത്ത് അറാക്കിഡോണിക്കും പറഞ്ഞിട്ടുണ്ട്. ഒരു എഫ്എസ്ഒയുടെ എക്സാമില് അറാക്കിഡോണിക്കിനെയും പറഞ്ഞിട്ടുണ്ടെന്ന്. ഒലീക് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻസർ ഇസ് ഒലീക് ആസിഡ്. കാരണം ഒലീക് ആസിഡ് എന്തായാലും ക്യാൻ ബി സിന്തസൈസ്ഡ്. ഇത് അറാക്കിഡോണിക്കിനെ പറയുന്ന വേറൊരു പേര് സെമി എസെൻഷ്യൽ അല്ലെങ്കിൽ കണ്ടീഷണലി എസെൻഷ്യൽ എന്നൊക്കെ പറയും. കണ്ടീഷണലി എസെൻഷ്യൽ അല്ലെങ്കിൽ സെമി എസെൻഷ്യൽ. കാരണം ഇതിനെ ലിനോലെയ്ക്ക് അതായത് omega-6 നിന്ന് ഇതുണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് omega-6 ഒരു ഓൾറെഡി എസെൻഷ്യൽ ആയതുകൊണ്ട് അറാക്കിഡോണിക്കിനെ അത്ര പറയാറില്ല. ബട്ട് ഒരു എഫ്എസ്ഒയുടെ ഒരു എക്സാമിൽ എനിക്ക് തോന്നുന്നു 2015 2020 അതായത് നമ്മുടെ ഓപ്ഷൻസിൽ അറാക്കിഡോണിക്, ലിനോലെയ്ക്ക്, ലിനോലെനിക് എന്ന് പറഞ്ഞാണ് കിടന്നിരുന്നത്. അപ്പം ഇതൊരു പെർസ്പെക്റ്റീവില് ഇതിനെ എസെൻഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇറ്റ് കനോട്ട് ബി, വേറൊരു കാര്യമുണ്ട്, ഇറ്റ് കനോട്ട് ബി സിന്തസൈസ് ബൈ ദ ഹ്യൂമൻ ബോഡി. കാരണം ഇത് സിന്തസൈസ് ചെയ്യുന്നത് omega-6 നിന്നാണ്. അത് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്.
Okay. Which type of dietary fiber is known to lower blood cholesterol levels effectively? വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. സെല്ലുലോസ്, സെമിസെല്ലുലോസ്, ലിഗ്നിൻ, പെക്റ്റിൻ. എന്താണ്? പെക്റ്റിൻ. പെക്റ്റിൻ. ഇതുപോലെ തന്നെയാണ്. രണ്ട് തരത്തിലുള്ള ഡയറ്ററി ഫൈബർ ഉണ്ട്, ഇൻസോലിബിളും സോലിബിളും. സോലിബിൾ ഡയറ്ററി ഫൈബറിന്റെ പ്രത്യേകത, സോലിബിളിന് കൊളസ്ട്രോൾ ലെവൽസ് അങ്ങനത്തെ അത്തരം ബോഡിയിലി കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇടപെടാറ്. മറ്റേ ഇൻസോലിബിൾ കൂടുതലും എന്തായിരിക്കും? ഇൻസോലിബിളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? ഗട്ട് ഹെൽത്തിന്റെ. ഗട്ട് ഹെൽത്തും പിന്നെ വേറൊരു വലിയൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ, അതായത് ബൾക്ക് അതായത് ബൾക്ക് ഉണ്ടാക്കുക, അതായത് പെട്ടെന്ന് തന്നെ മോഷൻ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുക, കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഫംഗ്ഷൻ ആണ് കൂടുതലായിട്ടും ഇൻസോലിബിൾ ഫൈബർ ചെയ്യുന്നത്. Which of the following is not a symptom of scurvy? Muscle weakness, bleeding gum, poor wound healing, edema. സ്കർവി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലീഡിംഗ് ഗം. എന്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്? വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആയിട്ട് കാണുന്നത് എന്താ? ബ്ലീഡിംഗ് ഗംസ്. ഓക്കെ. അല്ലാത്ത വേറെ സിംറ്റംസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പുവർ വൂണ്ട് ഹീലിംഗ് എന്തായാലും വരും. അപ്പം സാധാരണ ഈവൻ മസിൽ വീക്ക്നെസ്സും വരും. എഡീമ ആണ് പിന്നെയും വലിയ അത്ര കോമൺ ആയിട്ട് വരാത്തില്ല എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് എഡീമ. Which of the following statements about soluble dietary fiber is true? It increases fecal bulk by remaining mostly undigested. It dissolves in water and forms a gel-like substance, slowing digestion. It does not affect cholesterol level. It mainly passes through the digestive tract after digestion. ബി ആണ് മാം. ബാക്കി എല്ലാം തന്നെ തെറ്റാണ്. അതായത് ഇറ്റ് ഇൻക്രീസസ് ഫീക്കൽ ബൾക്ക് എന്ന് പറയുന്നത് ഇൻസോല്യൂബിൾ ഫൈബറിനെ പറ്റിയാണ്. ഇൻസോല്യൂബിൾ ഡയറ്ററി ഫൈബർ ആണ്, IDF ആണ്. പിന്നെ ഉള്ളത് ഡിസോൾവ്സ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത് സോല്യൂബിൾ ആണല്ലോ. ഫോംസ് എ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ്. അപ്പൊ നമ്മളെ പെക്റ്റിനെ ഓർത്താൽ മതി. പെക്റ്റിൻ നമ്മൾ വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ നമ്മൾ ജാം ഒക്കെ ഇരിക്കില്ലേ, അപ്പൊ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ്. അപ്പൊ സ്ലോയിങ് ഡൈജഷൻ, ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. കൊളസ്ട്രോൾ ലെവൽസ് അത് കുറയ്ക്കും. പിന്നെ അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് ആഫ്റ്റർ ഡൈജഷൻ, അതായത് നമ്മൾക്കറിയാം ഡയറ്ററി ഫൈബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഡൈജസ്റ്റ് ചെയ്യൂല. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ യാതൊരു ഡൈജഷന് സംഭവിക്കാതെയാണ് അത് കടന്നു പോകുന്നത്. സോ ഇതെല്ലാം തന്നെ തെറ്റാണ്. only it dissolves in water and forms a gel-like substance, slowing digestion. ഇതാണ് കറക്റ്റ്. Okay. This is also very easy. Alpha-linolenic acid is an essential fatty acid that belongs to which category? Omega-6, omega-3, trans fatty acids, saturated fatty acids. Omega-3 fatty acids. Linolenic എന്നാണ് അല്ലെ? ALA, linolenic is omega-3. Which of the following foods is a rich source of insoluble fiber? Oatmeal, apple skin, chia seeds, psyllium husk. Ma'am, A. Psyllium husk actually. Chia seeds. Psyllium husk actually നമ്മൾ ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, അത് സിലിയം ഹസ്ക് ആയിട്ടാണ് നമുക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫാർമസിയിൽ പോയി ഡയറ്ററി ഫൈബർ വേണമെന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി തരുന്നത് സിലിയം ഹസ്ക് ആയിരിക്കും. ഈ സിലിയം ഹസ്കും ചിയ സീഡ്സും ഒക്കെ സോലിബിൾ ഫൈബർ തന്നെയാണ്. ഇതിനകത്ത് ഇൻസോലിബിൾ ആയിട്ടുള്ളത് ആപ്പിളിന്റെ സ്കിന്നാണ്. ബിക്കോസ് സ്കിൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അതിനകത്ത് സെല്ലുലോസ് ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ ആപ്പിൾസിലൊക്കെ പെക്റ്റിൻ ആയിരിക്കില്ലേ ഉണ്ടാവുക സ്കിന്നില്? പെക്റ്റിനും ഉണ്ട്. അപ്പൊ പെക്റ്റിൻ സോല്യൂബിൾ അല്ലേ? പെക്റ്റിൻ സോല്യൂബിൾ ആണ്, പക്ഷെ റിച്ച് സോഴ്സ് ഓഫ് ഇൻസോല്യൂബിൾ ഫൈബർ എന്നല്ലേ പറയുന്നത്. ബാക്കി എല്ലാത്തിനും കൂടുതലും സോല്യൂബിൾ ആണ്. ഇതിനകത്ത് ആപ്പിൾ സ്കിന്നിൽ രണ്ടും ഉണ്ട്.
ഓക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. അതായത് ഈ 4 എണ്ണത്തില് എല്ലാം തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ ആപ്പിൾ സ്കിന്നിൽ ശരിയാണ് കൂടുതലും ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ ഇപ്പൊ ഓട്ട്മീല്, ചിയ സീഡ്സ്, സീലിയം ഹസ്ക്, ഇത് 3ഉം ആക്ച്വലി വെരി ഗുഡ് സോഴ്സ് ഓഫ് സോല്യൂബിൾ ഫൈബർ ആണ്. ഓക്കെ, അതിലുള്ളതില് ആപ്പിൾ സ്കിന്നാണ് പിന്നെയും കുറച്ചും കൂടെ ഇൻസോല്യൂബിൾ ഫൈബറും ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഉള്ളതില് നമുക്ക് പറയാൻ പറ്റുന്നത്, പക്ഷെ ശരിയാണ് അതിനകത്ത് സോല്യൂബിൾ ഫൈബറും ഉണ്ട്. ബട്ട് കൂടുതൽ ഈ ഉള്ള ഓപ്ഷൻസിൽ ബെസ്റ്റ് പോസിബിൾ ആൻസർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ സ്കിൻ ആണ്. ബിക്കോസ് മറ്റേ ചിയ സീഡിലാണെങ്കിലും സീലിയം ഹസ്കിലാണെങ്കിലും കൂടുതലും സോല്യൂബിൾ ഫൈബർ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യല്ലേ? താങ്ക് യു.